നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. വരാൻ പോകുന്ന വർഷങ്ങളിൽ, അതായത് 2030 വരെയുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ. ഇന്ന് നമ്മൾ ചിങ്ങം രാശിക്കാരുടെ ഭാവിയെ കുറിച്ചാണ് വളരെ വിശദമായി സംസാരിക്കുന്നത്. രാഹുകേതുക്കളുടെ രാശിമാറ്റങ്ങളും വ്യാഴത്തിന്റെ രാശിമാറ്റങ്ങളും ശനിയുടെ 8-9 ഭാവങ്ങളിലെ സഞ്ചാരവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കരിയർ, സാമ്പത്തികം, കുടുംബം, ആരോഗ്യം എന്നിവയിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളും അവയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിങ്ങം രാശിക്കാരുടെ നിലവിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ശനി ഗ്രഹത്തിന്റെ സഞ്ചാരമാണ്. 2027 മെയ് മാസം വരെ ശനി നിങ്ങളുടെ 8-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജ്യോതിഷപ്രകാരം ശനി 8-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സമയത്തെയാണ് അഷ്ടമശനി എന്ന് വിളിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷത്തോളമായി ഈ അഷ്ടമശനി നിങ്ങളുടെ ആരോഗ്യത്തെയും വ്യക്തിജീവിതത്തെയും പല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. ഉദാഹരണത്തിന്, പല്ലുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വേദനയോ അസ്വസ്ഥതയോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. തൊണ്ടയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനും ഈ സമയം കാരണമാകുന്നു. ഇതിനെല്ലാം പുറമെ ശനിയുടെ സ്വാധീനം നിങ്ങളുടെ സംസാരത്തെയും ബാധിക്കാം. നിങ്ങളുടെ വാക്കുകളിലോ പെരുമാറ്റത്തിലോ വന്ന മാറ്റങ്ങൾ കാരണം സുഹൃത്തുക്കളുമായോ പ്രണയ പങ്കാളികളുമായോ കുടുംബാംഗങ്ങളുമായോ ചെറിയ രീതിയിലുള്ള തർക്കങ്ങളും അകൽച്ചയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അഷ്ടമശനിയുടെ സ്വാധീനം കൊണ്ടാണ്. നിങ്ങളുടെ ജാതകപ്രകാരം ശനി 6-ാം ഭാവത്തിന്റെ അധിപനാണ്. 6-ാം ഭാവത്തിന്റെ നാഥനായ ശനി ഇപ്പോൾ 8-ാം ഭാവത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ 2-ാം ഭാവത്തെയാണ് ദർശിക്കുന്നത്. ജ്യോതിഷത്തിൽ 2-ാം ഭാവം എന്നത് ധനം, കുടുംബം, സംസാരം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ കാലയളവിൽ സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എത്രത്തോളം വിനയവും എളിമയും കാണിക്കാൻ സാധിക്കുമോ അത്രയും നല്ലതാണ്. ദേഷ്യപ്പെട്ടോ അഹങ്കാരത്തോടെയോ സംസാരിച്ചാൽ അത് നിങ്ങളുടെ ബന്ധങ്ങളെ പൂർണ്ണമായി തകർക്കാനിടയാക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഭക്ഷണകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 5-ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. ഇത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും കഠിനമായ ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ അസിഡിറ്റി എന്നിവയ്ക്കും കാരണമാകും. 2027 ജൂൺ 3 ശനി നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 2028-2029 വർഷങ്ങൾ മുഴുവൻ അവിടെ തന്നെ തുടരും. ഈ ഗ്രഹമാറ്റത്തോടെ നിങ്ങളുടെ ജീവിതത്തിലെ കഠിനമായ ദോഷങ്ങൾ മാറി നല്ല കാലം ആരംഭിക്കും. 9-ാം ഭാവത്തിലേക്ക് ശനി എത്തുന്നതോടെ നിങ്ങളെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അവസാനിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി സമാധാനം തിരിച്ചു വരും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് ഈ സമയം വളരെ മികച്ചതാണ്. ദീർഘദൂര യാത്രകൾക്കും വിദേശയാത്രകൾക്കും വരെ ശക്തമായ യോഗം കാണുന്നുണ്ട്. 2027 പകുതിയോടെ തന്നെ ഇതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങും. വിവാഹിതരായ വ്യക്തികളുടെ ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായും സാമ്പത്തികമായും വലിയ രീതിയിലുള്ള വളർച്ച ഈ സമയത്ത് പ്രതീക്ഷിക്കാം. 9-ാം ഭാവമായ മേടം രാശിയിൽ നിൽക്കുമ്പോൾ ശനിക്ക് ബലം കുറവായിരിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ബിസിനസ് വിപുലീകരിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുക, പുതിയ വസ്തുവോ വീടോ വാങ്ങുക തുടങ്ങിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിടുക്കപ്പെട്ട കരാറുകളിൽ ഒപ്പുവെക്കരുത്. ശനി 9-ാം ഭാവത്തിൽ നിൽക്കുന്നത് പിതാവിന് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അദ്ദേഹത്തിന് ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തേക്കാം. 2027 പകുതിക്ക് ശേഷം നിങ്ങൾക്ക് പുതിയ ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ ശത്രുക്കൾക്ക് നിങ്ങളെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ സാധിക്കില്ല. കാരണം ശനി തന്റെ സ്വന്തം ഭാവമായ 6-ാം ഭാവത്തെയാണ്, അതായത് ശത്രുഭാവത്തെയാണ് ദൃഷ്ടി ചെയ്യുന്നത്. ശത്രുക്കൾ നിങ്ങളുടെ നേരെ വന്നാലും ശനിയുടെ ശക്തമായ സംരക്ഷണമുള്ളതിനാൽ അവർ തനിയെ പിന്മാറേണ്ടി വരും. ചുരുക്കത്തിൽ പ്രതിസന്ധികളെ മറികടന്ന് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ ചിങ്ങൻ രാശിക്കാർക്ക് ഈ ശനിമാറ്റത്തിലൂടെ സാധിക്കും.
ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് 2026 ജൂൺ 2 വ്യാഴം നിങ്ങളുടെ 12ാം ഭാവത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജ്യോതിഷപ്രകാരം 12ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥൻ അഥവാ ഏറ്റവും ശക്തമായ അവസ്ഥയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുരോഗതികൾക്ക് വഴി തുറക്കും. നിങ്ങളുടെ കരിയറിൽ അനുകൂലമായ പല മാറ്റങ്ങളും നേട്ടങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാം. നിലവിലുള്ള സാഹചര്യങ്ങൾ മാറി കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. വിദേശത്ത് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുകയോ ആണെങ്കിൽ ഈ കാലയളവ് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. വ്യാഴം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ സമയത്ത്, അതായത് 2026 ജൂൺ 2 മുതൽ 2027 ജൂലൈ വരെ നിങ്ങളുടെ പണം ധാരാളമായി ചെലവഴിക്കേണ്ടി വരാം. എന്നാൽ ഈ ചിലവുകളെല്ലാം അനാവശ്യ കാര്യങ്ങൾക്കായിരിക്കില്ല, മറിച്ച് മംഗളകർമ്മങ്ങൾ, വീട് അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റ് നല്ല കാര്യങ്ങൾ എന്നിവയ്ക്കായിരിക്കും. ഇത് നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം പൂർണ്ണ സന്തോഷത്തോടെ ചെയ്യുന്ന ചിലവുകളായിരിക്കും. 12ാം ഭാവത്തിലെ സഞ്ചാരത്തിന് ശേഷം 2027 ജൂലൈയിൽ വ്യാഴം നിങ്ങളുടെ 1ാം ഭാവത്തിലേക്ക് അഥവാ ജന്മരാശിയിലേക്ക് പ്രവേശിക്കും. അവിടെ ഒരു വർഷത്തോളം, അതായത് 2028 ജൂൺ വരെ തുടരും. ചിങ്ങൻ രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ കാലയളവായിരിക്കും ഇത്. 1ാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ നിൽക്കുമ്പോൾ വ്യാഴത്തിന് 3 ദൃഷ്ടികളുണ്ട്. 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി പതിക്കും. ഇതിന്റെ ഫലമായി 2027 ജൂലൈ മുതൽ 2028 ജൂൺ വരെയുള്ള സമയത്ത് കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാകാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. വിവാഹപ്രായമെത്തിയ ചിങ്ങൻ രാശിക്കാരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. തടസ്സങ്ങളെല്ലാം മാറി നല്ല ആലോചനകൾ വരും. നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കുന്ന സമയമാണിത്. വിചാരിക്കാത്ത പല കാര്യങ്ങളും അനുകൂലമായി വരും. 2028 ജൂണിൽ വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിലേക്ക് അഥവാ കുടുംബഭാവത്തിലേക്ക് മാറും. അതോടെ കുടുംബത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിങ്ങൾക്ക് ചില നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും. നിങ്ങളുടെ നേട്ടങ്ങൾ കണ്ട് കുടുംബാംഗങ്ങൾ നിങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്ന ഒരു സാഹചര്യം ഈ സമയത്തുണ്ടാകും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും അത്ഭുതകരമായ മാറ്റം സംഭവിക്കുന്നത് 2026 ഡിസംബർ 6 മുതൽ 2028 ജൂലൈ വരെയുള്ള കാലയളവിലാണ്. ഈ സമയത്ത് രാഹു നിങ്ങളുടെ 6ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു. രാഹുവിന്റെ ഈ ഗോചരം ചിങ്ങൻ രാശിക്കാർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ അവസരം നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. ഈ സമയത്തെ വ്യാഴത്തിന്റെ മാറ്റവും രാഹുവിന്റെ മാറ്റവും ഒരുമിച്ച് ചേരുമ്പോൾ വരാനിരിക്കുന്ന 2.5 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ എന്തോ ഒരു വിജയം നിങ്ങൾ സ്വന്തമാക്കാൻ പോകുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജാതകത്തിൽ 6ാം ഭാവം എന്നത് കടം, രോഗം, ശത്രുക്കൾ എന്നിവയുടേതാണ്. രാഹു 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഈ ദോഷങ്ങളെയെല്ലാം ഇല്ലാതാക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരും. വ്യക്തി ജീവിതത്തിൽ വലിയ റിസ്കുകൾ എടുക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കും. പുതിയ ബിസിനസ്സുകളോ പ്രൊജക്ടുകളോ തുടങ്ങാൻ ശ്രമിക്കുകയും അതിൽ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. മാർക്കറ്റിംഗ് രംഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കായിക വിനോദങ്ങളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ പ്രശസ്തിയും വിജയവും ലഭിക്കും. വിദേശയാത്രകൾക്ക് തടസ്സമുണ്ടായിരുന്നവർക്ക് അത് മാറിക്കിട്ടും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ജോലിയിലും ബിസിനസ്സിലും വലിയ വളർച്ചാ സാധ്യതകൾ ഈ സമയത്തുണ്ടാകും. 2028 ജൂലൈക്ക് ശേഷം 2029 വരെ രാഹു നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് മാറും. ഈ മാറ്റം നിങ്ങളുടെ ചിന്താഗതികളെ അല്പം സങ്കീർണമാക്കിയേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അല്പം ശ്രദ്ധക്കുറവോ ആശയക്കുഴപ്പങ്ങളോ ഈ സമയം ഉണ്ടാവാം. പ്രണയ ജീവിതത്തിൽ ചില തർക്കങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാൻ സാധ്യതയുള്ളതിനാൽ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കണം. മാനസികമായി അല്പം അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും നേടിയെടുക്കാനുള്ള വലിയ ആഗ്രഹം നിങ്ങളിലുണ്ടാകും. ജീവിതത്തിൽ വളരെ വലുതായി ചിന്തിക്കാനും വലിയ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാനുമുള്ള കഠിന ശ്രമം ഈ കാലയളവിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകും.
ചിങ്ങൻ രാശിയുടെ അധിപൻ സൂര്യനായതുകൊണ്ട് തന്നെ സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ സൂര്യസ്തോത്രം ദിവസവും 108 തവണ ഉരുവിടുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനും ശരീരത്തിന് പുതിയൊരു ഊർജം ലഭിക്കാനും സഹായിക്കും. നിങ്ങളുടെ ജാതകത്തിൽ അഷ്ടമശനിയുടെ ദോഷകാലം തുടരുന്നിടത്തോളം കാലം ശനിദേവനെ ശാന്തനാക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദിവസവും ശനീശ്വര സ്തോത്രം 108 തവണ ഭക്തിയോടെ ജപിക്കുക. ഇത് അഷ്ടമശനി മൂലമുണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലാതാക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ വിവരങ്ങൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.